നമസ്കാരം. ശാസ്ത്രത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു സിദ്ധാന്തത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഐൻസ്റ്റൈന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം കേവലം ഒരു ഐഡിയ ആയിരുന്നില്ല. അത് എങ്ങനെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടു എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ രണ്ട് വസ്തുക്കളെ തമ്മിൽ വലിക്കുന്ന ഒരു അദൃശ്യ ശക്തിയല്ലെങ്കിലോ? ഈയൊരു ചോദ്യം മാത്രം മതി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ മാറ്റിമറിക്കാൻ. ഒരു വശത്ത് ന്യൂട്ടൺ പറയുന്നു ഗുരുത്വാകർഷണം ഒരു ഇൻവിസിബിൾ ഫോഴ്സാണ്, അത് വസ്തുക്കളെ പരസ്പരം വലിച്ചെടുപ്പിക്കുന്നു. പക്ഷെ മറുവശത്ത് ഐൻസ്റ്റീൻ വന്നിട്ട് പറയാണ് അതൊരു ശക്തിയല്ല, പിണ്ഡമുള്ള എന്ത് വസ്തുവും, അത് സൂര്യനായാലും ഭൂമിയായാലും സ്ഥലകാലം എന്ന ഈ പ്രപഞ്ചത്തിന്റെ ഷീറ്റിനെ ഒന്ന് വളയ്ക്കും. ആ വളവാണ് നമ്മൾ ഗുരുത്വാകർഷണമായി അനുഭവിക്കുന്നത്. അപ്പോ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ ഈയൊരു പ്രപഞ്ച കുറ്റാന്വേഷണ കഥ. അപ്പോ ഈ കുറ്റാന്വേഷണ കഥയില് നമ്മൾ തെളിവുകൾ കണ്ടെത്താൻ പോവുകയാണ്. ശരിക്കും ആരാണ് ശരി, ന്യൂട്ടണോ അതോ ഐൻസ്റ്റൈനോ? സ്ഥലകാലം എന്ന ഈ സംഗതിക്ക് വളയാൻ പറ്റുമെന്ന് എങ്ങനെ നമ്മൾ തെളിയിക്കും? ശരി, നമുക്ക് ഓരോ സൂചനകളായി, ഓരോ തെളിവുകളായി പരിശോധിച്ചു തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ തെളിവ് പ്രകാശവുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യനെപ്പോലെ ഭീമാകാരമായ ഒരു വസ്തുവിന് ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കാൻ പറ്റുമോ? അതായത് അതിന്റെ അടുത്തുകൂടെ പോകുന്ന പ്രകാശത്തെ വളയ്ക്കാൻ അതിന് സാധിക്കുമോ? ഇതായിരുന്നു ആദ്യത്തെ നിർണായകമായ ചോദ്യം. ഇതിനു പിന്നിലെ ഐഡിയ വളരെ സിമ്പിളാണ്. ഐൻസ്റ്റൈൻ പ്രവചിച്ചത് ഇതാണ്: സൂര്യനെപ്പോലെ ഭീമമായ ഒരു വസ്തു സ്ഥലകാലത്തെ വളയ്ക്കുമ്പോൾ അതിനടുത്തുകൂടി വരുന്ന നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ നേരെ പോവില്ല, പകരം ആ വളഞ്ഞ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കും. ഇതിനെയാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂട്ടന്റെ സിദ്ധാന്തവും പ്രകാശത്തിന് ചെറിയൊരു വളവ് ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ ഐൻസ്റ്റൈന്റെ പ്രവചനം അതിന്റെ കൃത്യം ഇരട്ടിയായിരുന്നു. ഇത് വെറുമൊരു ഊഹമായിരുന്നില്ല, വളരെ കൃത്യമായ ഒരു കണക്കുകൂട്ടലായിരുന്നു. ഒന്നുകിൽ 0.87 അല്ലെങ്കിൽ 1.74. ഇതിൽ ഏതാണ് ശരിയെന്ന് തെളിയിച്ചാൽ മതി. ഈ സംഖ്യ ഒന്ന് ഓർത്തുവെച്ചോളൂ, 1.74 ആർക്ക് സെക്കൻഡ്. എന്താണ് ഈ ആർക്ക് സെക്കൻഡ് എന്നല്ലേ? ആകാശത്തിലെ കോണുകൾ അളക്കാനുള്ള വളരെ വളരെ ചെറിയൊരു യൂണിറ്റാണ്. ഒരു ഡിഗ്രിയെ 3600 ഭാഗിച്ചാൽ കിട്ടുന്ന ഒന്നാണ് ഒരു ആർക്ക് സെക്കൻഡ്. അപ്പോൾ ഐൻസ്റ്റീന്റെ പ്രവചനം എത്രമാത്രം ധീരവും കൃത്യവുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് ശരിയാണെന്ന് തെളിഞ്ഞാൽ ശാസ്ത്രം പിന്നെ പഴയതുപോലെയാവില്ല. അപ്പോ ശാസ്ത്രജ്ഞർ ഇതെങ്ങനെ തെളിയിച്ചു? ഭയങ്കര ബ്രില്യൻ്റായ ഒരു ഐഡിയ ആയിരുന്നു അത്. ഒരു പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുമ്പോൾ ചന്ദ്രൻ സൂര്യന് മറയ്ക്കുമല്ലോ. അപ്പോൾ സൂര്യന്റെ തൊട്ടടുത്തുള്ള നക്ഷത്രങ്ങളെ നമുക്ക് പകല് പോലും കാണാൻ പറ്റും. അങ്ങനെ ഗ്രഹണത്തിന് മുൻപുള്ള അവയുടെ സ്ഥാനവും ഗ്രഹണസമയത്ത് സൂര്യനെ അടുത്തുള്ള സ്ഥാനവും അളന്ന് താരതമ്യം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നോ? നക്ഷത്രങ്ങളുടെ സ്ഥാനത്തിന് ഒരു ചെറിയ മാറ്റം. ഐൻസ്റ്റൈൻ പ്രവചിച്ച അതേ മാറ്റം. ശരി, ഇനി നമുക്ക് അടുത്ത തെളിവിലേക്ക് പോകാം. ഒരു സിഗ്നലിന്റെ യാത്രാസമയത്തെ ഗുരുത്വാകർഷണത്തിന് മാറ്റാൻ കഴിയുമെന്നുള്ള, കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നൊരാശയം. ഇതിനെ ഗ്രാവിറ്റേഷണൽ ടൈം ഡിലേ എന്ന് പറയും. സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു നിരപ്പായ റോഡിലൂടെ പോകുന്നതിനേക്കാൾ ഒരു കുഴിയുള്ള വളഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ കുറച്ചധികം സമയമെടുക്കില്ലേ? ഏകദേശം അതുപോലെ സൂര്യൻ സ്ഥലകാലത്തിലുണ്ടാക്കുന്ന ആ കുഴിയിലൂടെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഈ സമയവ്യത്യാസം എത്ര ചെറുതാണെന്നറിയോ? ഭൂമിയിൽ നിന്ന് ശുക്രനിലേക്കൊരു റഡാർ സിഗ്നൽ അയച്ച് അത് സൂര്യന്റെ അടുത്തുകൂടി പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെട്ട വ്യത്യാസം വെറും ഒരു സെക്കൻഡിന്റെ 10,000-ൽ-1 മാത്രമാണ്. അത്രയും ചെറിയൊരു മാറ്റം അളക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതാണ് ശാസ്ത്രത്തിന്റെ ഒരു പവർ. അതെ, ഈ പ്രവചനവും ശരിയാണെന്ന് സ്ഥിരീകരിച്ചു. ചൊവ്വയിലേക്ക് നമ്മൾ അയച്ച വൈക്കിംഗ് ലാൻഡറുകളും പിന്നീട് ശനിയിലേക്ക് പോയ കാസിനി പേടകമൊക്കെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ഈ സമയവ്യത്യാസം അവിശ്വസനീയമായ കൃത്യതയോടെ അളന്നെടുത്തു. വീണ്ടും ഐൻസ്റ്റൈൻ തന്നെ ശരി. നമ്മുടെ അടുത്ത തെളിവ് ജ്യോതിശാസ്ത്രത്തിലെ ഒരു പഴയ ഡിറ്റക്റ്റീവ് കഥ പോലെയാണ്. വർഷങ്ങളായി ആർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ബുധൻ ഗ്രഹത്തിന്റെ ഓർബിറ്റിലുണ്ടായ ഒരു ചെറിയ ചാഞ്ചാട്ടം. ഐൻസ്റ്റൈന്റെ സിദ്ധാന്തത്തിന് മാത്രമേ അതിനൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞുള്ളൂ. ദശാബ്ദങ്ങളായി ശാസ്ത്രജ്ഞരെ കുഴപ്പിച്ച ഒരു കാര്യമായിരുന്നിത്. അതായത് ബുധൻ സൂര്യനെ ഓരോ തവണ ചുറ്റിവരുമ്പോഴും അതിന്റെ ഭ്രമണപഥം പഴയ അതേ സ്ഥാനത്തല്ല അവസാനിക്കുന്നത്. പകരം ഓരോ തവണയും ഒരു പൂ പോലെ ചെറുതായി തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂട്ടന്റെ നിയമം വെച്ച് നോക്കുമ്പോൾ ബുധന്റെ ഓർബിറ്റ് എപ്പോഴും ഒരേപോലെ ഇരിക്കണം, ഒരു മാറ്റവുമില്ലാതെ. പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞു അങ്ങനെയല്ല. സൂര്യന്റെ അതിശക്തമായ ഗുരുത്വാകർഷണം സ്ഥലകാലത്തെ കാര്യമായി വളയ്ക്കുന്നതുകൊണ്ട് ബുധന്റെ ഭ്രമണപഥം പതുക്കെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും.
ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ച ആ അധിക തിരിവ് ഒരു നൂറ്റാണ്ടിൽ കൃത്യം 43 ആർക്ക് സെക്കൻഡായിരുന്നു. പൊതു ആപേക്ഷികതാ സിദ്ധാന്തം വെച്ച് കണക്കുകൂട്ടിയപ്പോൾ കിട്ടിയതും ഇതേ സംഖ്യ തന്നെ, യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ ആ പഴയ രഹസ്യത്തിന് ഒരു ഉത്തരം കിട്ടി. ഇനി നമ്മൾ എത്തുന്നത് ഒരുപക്ഷെ ഏറ്റവും വിചിത്രവും ഏറ്റവും അടിപൊളിയുമായ ഒരു പ്രവചനത്തിലേക്കാണ്. സ്ഥലകാലം എന്ന ഈ ഷീറ്റിൽ ഓളങ്ങൾ അഥവാ തരംഗങ്ങൾ ഉണ്ടാകുമെന്ന ആശയം. ഇത് പരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ഒരു പെർഫെക്റ്റ് ലബോറട്ടറി ആവശ്യമായിരുന്നു. അതാണ് ബൈനറി പൾസർ. അതായത് അതിഭീകരമായ സാന്ദ്രതയും വേഗതയുമുള്ള 2 ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ഭ്രാന്തമായ വേഗത്തിൽ പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം. ഇത് പ്രകൃതി നമുക്ക് തന്ന ഒരു സൂപ്പർ ലബോറട്ടറിയാണ്. ഇതിന്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളത്തിൽ ഒരു കല്ലിട്ടാൽ ഓളങ്ങളുണ്ടാകില്ലേ? അതുപോലെ ഈ ഭീമൻ നക്ഷത്രങ്ങൾ സ്ഥലകാലത്തിൽ ഓളങ്ങളുണ്ടാക്കും. ഈ ഓളങ്ങൾ, അതായത് ഗുരുത്വാകർഷണ തരംഗങ്ങൾ, ഊർജം പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ നക്ഷത്രങ്ങളുടെ ഊർജം കുറഞ്ഞ് അവ പതുക്കെ പതുക്കെ പരസ്പരം അടുത്തേക്ക് വരും. അവിശ്വസനീയമെന്ന് പറയട്ടെ, ആ പൾസറുകളുടെ ഭ്രമണപഥം ചുരുങ്ങുന്നതിന്റെ വേഗത അളന്നപ്പോൾ അത് ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം പ്രവചിച്ചതുമായി 99% കൃത്യതയോടെ പൊരുത്തപ്പെട്ടു. ഗുരുത്വാകർഷണ തരംഗങ്ങളുണ്ടെന്നതിന്റെ ആദ്യത്തെ ശക്തമായ തെളിവായിരുന്നു അത്. ഈ കണ്ടെത്തലാണ് പിന്നീട് ജ്യോതിശാസ്ത്രത്തിന് പുതിയൊരു ജാലകം തന്നെ തുറന്നുകൊടുത്തത്. അപ്പോ ന്യൂട്ടനും ഐൻസ്റ്റൈനും തമ്മിലുള്ള ഈയൊരു കേസിൽ ഇത്രയും തെളിവുകൾ നിരത്തിവെക്കുമ്പോൾ വിധി വളരെ വ്യക്തമാണല്ലേ? കേസ് ക്ലോസ്ഡ്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. പ്രകാശത്തിന്റെ വളവ്, സമയത്തിലെ വ്യതിയാനം, ബുധന്റെ ഭ്രമണപഥത്തിലെ മാറ്റം, പിന്നെ ഗുരുത്വാകർഷണ തരംഗങ്ങൾ. ഈ 4 തെളിവുകളും ഒരേ സ്വരത്തിൽ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. ഐൻസ്റ്റൈന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ശരിയാണ്. പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും തമ്മിലുള്ള ഈ പൊരുത്തം ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. ഈയൊരു ഉദ്ധരണി പറയുന്നതുപോലെ സൂര്യന് അടുത്തുപോലും സ്ഥലകാലത്തിനുണ്ടാകുന്ന വളവ് ശരിക്കും വളരെ വളരെ ചെറുതാണ്. എന്നിട്ടും അത്രയും സൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും അളന്ന് തിട്ടപ്പെടുത്താനും ഐൻസ്റ്റീന്റെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കാനും നമുക്ക് കഴിഞ്ഞു. ഇത് ആ സിദ്ധാന്തത്തിന്റെയും അത് പരീക്ഷിച്ച ശാസ്ത്രജ്ഞരുടെയും ഒരുപോലെ വിജയമാണ്. അപ്പോ നമ്മൾ കണ്ടുകഴിഞ്ഞു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ഐൻസ്റ്റൈൻ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന്. സ്ഥലകാലമെന്ന് പറയുന്നത് നിശ്ചലമായൊരു സ്റ്റേജല്ല, മറിച്ച് വളയുകയും വലിയുകയും ഓളങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സജീവ ഘടകമാണ്. ഇത് നമ്മെ ഒരു പുതിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രപഞ്ചം നമ്മിൽ നിന്ന് മറ്റെത്രയെല്ലാം രഹസ്യങ്ങളാണ് ഇനിയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്?